Dear students, today we are going to study the different types of waves. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഒരു വേവ് എന്താണെന്നും ഒരു വേവ് മോഷൻ എന്താണെന്നും പഠിച്ചു. അതായത് ഒരു സോഴ്സിൽ നിന്നുള്ള സൗണ്ട് വേവ്സ് എങ്ങനെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് പഠിച്ചു. അതായത് ഒരു സോഴ്സ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻസ് അതിനു ചുറ്റുമുള്ള എയർ മീഡിയത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ദെൻ ആ എയർ മീഡിയത്തിലെ ഓരോ പാർട്ടിക്കിളിനെയും വൈബ്രേറ്റ് ചെയ്യുന്നു. അതിന്റെ ഫലമായി ആ മീഡിയത്തിൽ ആ സൗണ്ട് വൈബ്രേഷന്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നു. അപ്പൊ ഇതിനെയാണ് ഒരു വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വേവ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ ഒരു എയർ മീഡിയം ആവശ്യമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു വേവിന്റെ പ്രൊപ്പഗേഷന് ഒരു മീഡിയം ആവശ്യമാണെങ്കിൽ ആ വേവിനെയാണ് മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് the waves which require a material medium for their propagation. അതായത് ഒരു മീഡിയത്തിൽ മാറ്റർ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള വേവ്സിനെയാണ് മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നത്. And example, sound waves which needs an air medium for their propagation, and the water waves which needs the water medium for their propagation, and the waves on a stretched string which needs a string medium for their propagation. ഇനി ഈ വാട്ടർ മീഡിയത്തിൽ എങ്ങനെയാണ് ഈ സൗണ്ട് ഈ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഫിഗർ ഒരു വാട്ടർ മീഡിയത്തിന്റെ ഒരു സർഫസ് വ്യൂ ആണ്. അതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ആണ്. സപ്പോസ് ഒരു വാട്ടർ വേവ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. സോ ഇഫ് വി ത്രോ എ സ്റ്റോൺ on the surface of a pond water or lake water, then the ripples will be formed on the water surface. And consider such a water surface. This is a water surface. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുകയാണ്. Consider a stone. This is a stone which has a mass m, and at this height, suppose ഈ സ്റ്റോൺ ഇവിടെ ഇരിക്കുകയാണ്, ഈ ഹൈറ്റിൽ ഇരിക്കുകയാണ്. ഇതൊരു h ഹൈറ്റിന് മുകളിലാണ്. വാട്ടർ സർഫസിൽ നിന്നും h ഹൈറ്റ് മുകളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഹൈറ്റിൽ ഇരിക്കുമ്പോൾ ഈ സ്റ്റോണിന് കുറച്ച് എനർജി ഉണ്ട്. അപ്പൊ ആ എനർജി എന്ന് പറഞ്ഞാൽ അത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് mgh. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ദെൻ വെൻ ഇറ്റ് മൂവ്സ് ഫ്രം ദിസ് പോയിന്റ്, ഈ പോയിന്റിൽ നിന്ന് ഇത് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ mgh എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. ദെൻ ഈ കൈനറ്റിക് എനർജി ഉള്ള ഈ സ്റ്റോൺ വന്ന് ഈ സർഫസിൽ വാട്ടർ സർഫസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഈ വാട്ടർ സർഫസിലേക്ക് ഈ എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നു. സോ അതിന്റെ ഫലമായിട്ട് ഈ വാട്ടർ മോളിക്യൂൾസ് ഇറ്റ് വിൽ അണ്ടർഗോ ടൈപ്പ് ഓഫ് ഓസിലേഷൻ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ മീഡിയത്തിൽ ഈ പാർട്ടിക്കിൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുക. സപ്പോസ് ഒരു വെയിറ്റ് കുറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ആണ്. ദിസ് ഈസ് ഒരു ക്യാപ്പാണ്, ഒരു ബോട്ടിൽ ക്യാപ്പാണെന്ന് ഇരിക്കട്ടെ. ബോട്ടിലിന്റെ ഒരു ക്യാപ്പ്. ഈ ബോട്ടിലിന്റെ ക്യാപ്പ് ഞാൻ ഈ വാട്ടർ സർഫസിൽ വെക്കുകയാണ്. ഈ സർഫസിൽ ഇപ്പോൾ ഈ ബോട്ടിൽ ക്യാപ്പ് വെക്കുമ്പോൾ ഇവിടെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഈ സർഫസിൽ ഇരിക്കുകയാണ് ഈ ബോട്ടിൽ ക്യാപ്പ്. ഇനി ഇങ്ങനെയുള്ള ഈ വാട്ടർ സർഫസിലേക്ക് ഞാനൊരു ഡിസ്റ്റർബൻസ് കൊടുക്കുന്നു. അതായത് ഒരു സ്റ്റോണ് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ആ സർഫസിൽ ഉണ്ടാകുന്ന വേവ്സിന്റെ പാറ്റേൺ ഇതുപോലെയാണ്. അതായത് വേവ്സ് ഇവിടെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ ബോട്ടിൽ ക്യാപ്പിന് എന്ത് സംഭവിക്കുന്നു നോക്കാം. സപ്പോസ് ദ പൊസിഷൻ ഓഫ് ദ ബോട്ടിൽ ക്യാപ്പ് ഈസ് ഹിയർ. ഇവിടെയാണ് ഇപ്പോൾ ഈ ബോട്ടിൽ ക്യാപ്പിന്റെ പൊസിഷൻ. ഇനി ഇവിടെ ഈ മീഡിയത്തിൽ ഒരു ഡിസ്റ്റർബൻസ് ഫോം ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് വേവ്, അതായത് വാട്ടർ മോളിക്യൂൾസിന്റെ മീഡിയത്തിൽ ഇവിടെ ഉണ്ടാകുന്ന വേവ് ഈ ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ബോട്ടിൽ ക്യാപ്പിന് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ക്യാപ്പ് ഈ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കുകയാണ്. ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അത് ഇങ്ങനെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് ഒരു മീൻ പൊസിഷനെ ബേസ് ചെയ്ത് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അല്ലാതെ ഈ ബോട്ടിൽ ക്യാപ്പ് ഇതിനോടൊത്ത് ഇങ്ങനെ മൂവ് ചെയ്യുന്നില്ല ഒരിക്കലും. അപ്പോൾ ഇവിടെ വേവ് ഒരു ഡയറക്ഷനിൽ പോകുന്നു. പക്ഷേ ആ വേവ് മീഡിയത്തിലെ പാർട്ടിക്കിള് അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. അതായത് വേവ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ പോകുന്നു. അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ മീഡിയത്തിൽ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ബോട്ടിൽ ക്യാപ്പ് വെച്ചിരിക്കുകയാണ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ. അപ്പൊ ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുന്നു, പോയിന്റ് ടു ആൻഡ് ഫ്രോ
ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ വേവ്സിന്റെ മീഡിയത്തിൽ വേവിന് ലാർജ് ഡിസ്റ്റൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതായത് വളരെയധികം ഡിസ്റ്റൻസ് അതിന് കവർ ചെയ്യാം വേവിന്. പക്ഷേ ആ മീഡിയത്തിലെ ഒരു പാർട്ടിക്കിളിന്, ദാറ്റ് ഈസ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം, ഇറ്റ് ഓസിലേറ്റ്സ് അബൌട്ട് ദ മീൻ പൊസിഷൻ. ഇവിടുത്തെ ഈ വാട്ടർ മീഡിയത്തിലെ വാട്ടർ മോളിക്യൂൾസും ഒരു ഇൻഡിവിജ്വൽ മോളിക്യൂൾ നോക്കിയാൽ ആ മോളിക്യൂൾ ഒരിക്കലും വേവിനോടൊപ്പം അല്ലെങ്കിൽ ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആ ഡയറക്ഷനിലേക്ക് പോകുന്നില്ല, മറിച്ച് അതൊരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇരുന്നുകൊണ്ട് ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് an individual water molecule, it oscillates about the mean position. അപ്പോൾ ഇതാണ് ഒരു മെക്കാനിക്കൽ വേവിൽ നടക്കുന്നത്. അപ്പോൾ when in a mechanical waves the wave can propagate a large distance, but the individual molecules of the medium it just oscillates about its mean position. അതാണ് ഒരു വേവ് ഫോർമേഷൻ നടക്കുമ്പോൾ അവിടെ മാസ് ട്രാൻസ്ഫർ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസിലെ വേവ്സ് നോക്കാം. Suppose this is a wave in a stretched string. This case, here the string is fixed at one end and I am giving some disturbance at another end. അതിന്റെ ഫലമായിട്ട് ഇവിടെ കുറെ വേവ്സ് ഉണ്ടാവുന്നു. പക്ഷേ ഈ സ്ട്രിങ്ങിലെ ഓരോ പാർട്ടിക്കിൾസിനെ നോക്കിയാൽ the particles of the string, ഈ പാർട്ടിക്കിൾസ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, പകരം ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിന്റെ ഡയറക്ഷൻ ഇതാണെന്നിരിക്കട്ടെ, ഇതിനകത്ത് ഒരു പാർട്ടിക്കിൾ ഇതിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഓസിലേറ്റ് ചെയ്യുകയുള്ളൂ. ദാറ്റ് ഈസ് വേവ് ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ പാർട്ടിക്കിൾസിന്റെ ഡയറക്ഷൻ, വൈബ്രേഷന്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഓർ ഓസിലേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോൾ ഒരു മെക്കാനിക്കൽ വേവ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു വേവിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രൊപ്പഗേഷൻ നടക്കണമെങ്കിൽ ഒരു മെറ്റീരിയൽ മീഡിയം ആവശ്യമുണ്ട്. അങ്ങനെയുള്ള വേവ്സിനെയാണ് മെക്കാനിക്കൽ വേവ്സ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് വേവ്സ് എന്ന് പറയുന്നത്. എൻ്റെ എക്സാമ്പിൾസ് ദ വാട്ടർ വേവ്സ് ആൻഡ് ദ വേവ്സ് ഓൺ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആൻഡ് ദ സൗണ്ട് വേവ്സ്. ഇനി ഇങ്ങനെ ഒരു മെറ്റീരിയൽ മീഡിയത്തിന്റെ ആവശ്യമില്ലെങ്കിലും അവിടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതായത് നമ്മളുടെ മൊബൈൽ ഫോണിലെ വേവ്സ്, അതുപോലെ റേഡിയോ നമ്മൾ റിസീവ് ചെയ്യുന്നു, റേഡിയോയിൽ വേവ്സ് വരുന്നു. അതുപോലെ തന്നെ വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് ആവശ്യമായ എനർജി അല്ലെങ്കിൽ ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും കിട്ടുന്ന സണ്ണിൽ നിന്നാണ്. അപ്പൊ ഈ സണ്ണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സ്, ആ വേവ്സ് എർത്തിലെത്തുന്നത് ത്രൂ വാക്വം ഓഫ് സ്പേസ് വഴിയാണ്. അപ്പൊ ഈ വാക്വം സ്പേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി മാറ്റർ, അവിടെ മാറ്റർ ഒന്നുമില്ല, എംപ്റ്റി സ്പേസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള മീഡിയത്തിലൂടെയും, അതായത് ഒരു മീഡിയം അല്ലെ, ആ മീഡിയത്തിൽ മാറ്റർ ഇല്ല, പാർട്ടിക്കിളിന്റെ ആവശ്യമില്ല, എങ്കിലും വേവ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള വേവിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. അതായത് electromagnetic wave or non-mechanical wave means the waves which does not require a material medium for their propagation. They are called non-mechanical waves or electromagnetic waves. These electromagnetic waves, it can travel through the vacuum as well as it can travel through anything, that is any medium. That is, an electromagnetic wave can pass through any medium, means it can pass through liquid, it can pass through solid like glass. So for example, ഒരു ലൈറ്റ് വേവ്സ് നമുക്കറിയാം, ലൈറ്റ് വേവിന് വാട്ടറിലൂടെ പാസ് ചെയ്യാം, അതേപോലെ തന്നെ ഗ്ലാസ് മീഡിയത്തിലൂടെ പാസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു പ്രിസത്തിലൂടെ പാസ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഫ്രം ദ സൺ ആൻഡ് ലൈറ്റ് ഫ്രം ദ സ്റ്റാർസ്, ഇതൊക്കെ വൈറ്റ് ലൈറ്റ് ആണ്. ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് വാക്വത്തിലൂടെയും പാസ് ചെയ്യാം, അതുപോലെ തന്നെ അതിന് മീഡിയത്തിലൂടെയും പാസ് ചെയ്യാം. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒരു മീഡിയത്തിലൂടെ അല്ലെ വാക്വത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ, ഈ വാക്വം എന്ന് പറയുമ്പോൾ അവിടെ മാറ്റർ ഇല്ല, പിന്നെ എങ്ങനെയാണ് വേവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്? അത് ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രത്യേകതയാണ്. നമുക്കറിയാം, ഇലക്ട്രോമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ there is an electric field and a magnetic field. So we have to consider an electric field and a magnetic field. Here the electric and magnetic field, they are oscillating one. That is, the electromagnetic waves transport energy through the empty space stored in the propagating electric and magnetic fields. That is, ഒരു ഇലക്ട്രോമാഗ്നറ്റിക്
വേവ് നോക്കുമ്പോൾ അവിടെ ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആണ്. അതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ നമുക്ക് ഈ ഫിഗറിനകത്ത് നിന്ന് മനസ്സിലാക്കാം. അതായത് ഓസിലേറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇവിടെ ഈ ഫസ്റ്റ് ഫിഗർ നോക്കുക, സെക്കൻഡ് ഫിഗർ. ഇവിടുത്തെ ഈ ഇമേജ് കണ്ടാൽ അറിയാം ഈ വാല്യൂസ്, ഈ ഫീൽഡ്, അതായത് ഇവിടെ ഈ വേവിനെ നമ്മൾ സിംപ്ലി ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണിത്. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്. ഈ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡ്. സിമിലർലി ഇൻ ദ കേസ് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ഈ ആംപ്ലിറ്റ്യൂഡിനെ ദിസ് ഈസ് കാൾഡ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. ഇത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. അപ്പോൾ ഇവിടെ ആ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കുക. ദ ഫസ്റ്റ് കേസിലെ ആംപ്ലിറ്റ്യൂഡ് വളരെ ചെറുതാണ്. ദെൻ സെക്കൻഡ് കേസിൽ ആംപ്ലിറ്റ്യൂഡ് കുറച്ചുകൂടെ കൂടുതലാണ്. തേർഡ് കേസിൽ കൂടുതൽ, ഫോർത്തിൽ മാക്സിമം ആവുന്നു. പിന്നെ വീണ്ടും ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് വീണ്ടും സീറോ ആവുന്നു. അതായത് ഇവിടെ ഒരു ഓസിലേറ്റിംഗ് ഫീൽഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനൊരു ചെറിയ എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ മതി. ഓസിലേറ്റിംഗ് ഫീൽഡിന് ഒരു സിമ്പിൾ പെൻഡുലം നോക്കുക. ഒരു സിമ്പിൾ പെൻഡുലം. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഈ ഒരു പൊസിഷനെ നമ്മൾ മീൻ പൊസിഷൻ എന്നാണ് പറയുന്നത്. x ഈക്വൽ ടു 0. ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ്, ഒരു സിമ്പിൾ പെൻഡുലം x ഈക്വൽ ടു 0 എന്ന് പറയുന്ന മീൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം പൊസിഷനായ xc ഓസിലേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഈ സിമ്പിൾ പെൻഡുലം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ എക്സ്ട്രീം പൊസിഷൻ, അതായത് ഇങ്ങനെ വന്നിട്ട് അത് മാക്സിമം ഈ സൈഡിലേക്ക് പോകുന്നു. ഇതാണ് എക്സ്ട്രീം പൊസിഷൻ. ഇതാണ് ഫസ്റ്റ് ഓസിലേഷൻ. അതായത് x ഈക്വൽ ടു 0യിൽ നിന്ന് മാക്സിമം x വാല്യൂയിലേക്ക് പോകുന്നു. ഇനി ഇവിടെ നിന്ന് തിരിച്ചു വരുന്നു. ദാറ്റ് ഈസ് എക്സ്ട്രീമിൽ നിന്ന് x ഈക്വൽ ടു 0യിലേക്ക് വരുന്നു. ഇതാണ് സെക്കൻഡ് കേസ്, രണ്ടാമത്തെ കേസ്. അതായത് ഫസ്റ്റ് x ഈക്വൽ ടു 0യിൽ നിന്ന് x ഈക്വൽ ടു മാക്സിമം x ഈക്വൽ ടു xലേക്ക് പോകുന്നു. ദെൻ xൽ നിന്ന് x ഈക്വൽ ടു 0യിലേക്ക് വരുന്നു. ഇവിടെയും നോക്കുക, ഈ കേസ്, ഫസ്റ്റ് കേസ്, ഇവിടെ ഇത് 0 ആണ്. ദിസ് ഈസ് x ഈക്വൽ ടു 0. ഇവിടെ നിന്ന് ഇത് ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിൽ എത്തുന്നു. ഇതാണ് ഫസ്റ്റ് കേസ്. ദെൻ ഇവിടെ മാക്സിമത്തിൽ നിന്ന് വീണ്ടും കുറഞ്ഞ് മിനിമത്തിലേക്ക് എത്തുന്നു. ഇതാണ് x ഈക്വൽ ടു 0. അപ്പൊ ഫസ്റ്റ് ഓസിലേഷൻ ഇതാണ്. അതായത് ഫസ്റ്റ് വൺ കേസ്, സെക്കൻഡ് കേസ് ഇതാണ്. ഇനി തിരിച്ച് അടുത്ത എക്സ്ട്രീം എൻഡിലേക്ക് പോവുകയാണ്. അതായത് ഈ മീൻ പൊസിഷനിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സ്ട്രീം എൻഡിലേക്ക്. ഇതാണ് തേർഡ് മോഷൻ. ദെൻ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് മീൻ പൊസിഷനിലേക്ക് വരുന്നു. ഇതാണ് ഫോർത്ത് മോഷൻ. അപ്പോൾ ഇവിടെ ഇതുപോലാണ്. ഇനി എന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നു. ഇത് x ഈക്വൽ ടു 0. ഇവിടെ നിന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് എൻഡ് ഇൻവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് തേർഡ് പൊസിഷൻ. ആൻഡ് ദിസ് ഈസ് ദ ഫോർത്ത് വൺ. ദിസ് ഫോർത്ത് വൺ. ദാറ്റ് ഈസ് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ മീൻ പൊസിഷനിൽ നിന്ന് ഫസ്റ്റ് മോഷനിൽ എവിടേക്ക് പോകുന്നു, ദെൻ തിരിച്ചു വരുന്നു, ദെൻ അടുത്ത എക്സ്ട്രീം എൻഡിലേക്ക് പോകുന്നു, ദെൻ തിരിച്ച് മീൻ പൊസിഷനിലേക്ക് എത്തുന്നു. അപ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതായത് ഈ മീൻ പൊസിഷനിൽ നിന്ന് ഇത് മാക്സിമത്തിലേക്ക് പോകുന്നു. ദെൻ ഈ മാക്സിമത്തിൽ നിന്ന് തിരിച്ചത് x ഈക്വൽ ടു 0യിലേക്ക് വരുന്നു. ഇനി അടുത്ത എക്സ്ട്രീം പൊസിഷൻ ഇൻവേർട്ടഡ് ആയിട്ട് മാക്സിമത്തിലേക്ക് പോകുന്നു, തിരിച്ച് x ഈക്വൽ ടു 0യിലേക്ക് വരുന്നു. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓസിലേറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കാം. കാരണം ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. അപ്പൊ ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡിനാണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ലൈൻസ് കൊണ്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വേവ് ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. അതായത് സപ്പോസ് വേവ് എക്സ് ഡയറക്ഷനിൽ പോകുന്നെന്ന് അസ്യൂം ചെയ്യുക. സപ്പോസ് വേവ് ഈസ് ഓറിയന്റഡ് ഇൻ ദ എക്സ് ഡയറക്ഷൻ ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വിൽ ബി ഇൻ ദ വൈ ഡയറക്ഷൻ. ദെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ വിൽ ബി ഇൻ ദ ഇസഡ് ഡയറക്ഷൻ. ഇങ്ങനെ ആയിരിക്കും. അപ്പൊ വേവ് ഏത് ഡയറക്ഷനിൽ പോകുന്നു ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ സപ്പോസ് ഇൻ ദ ഫിഗർ ഇതാണ് വേവിന്റെ ഡയറക്ഷൻ എങ്കിൽ, ഇതാണ് വേവിന്റെ ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ എങ്കിൽ, ഇനി ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അതാണ് ഈ ഡയറക്ഷൻ വൈ ഡയറക്ഷൻ എങ്കിൽ, ദ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വിൽ ബി ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇസഡ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയ ഫിഗറി മനസ്സിലാക്കാം. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണെന്ന് അറിയാം. ഇവിടെ ഇങ്ങനെ വേവ് പ്രൊപ്പഗേഷൻ ഉണ്ടായി. ഇവിടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എക്സ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇതാണ്. ദാറ്റ് ഈസ് ഡിഫറെന്റ് ഇലക്ട്രിക് ഫീൽഡ്സ്, ദാറ്റ് ഈസ് വേരിയിങ് അല്ലെ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇവിടെ. ദെൻ ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ ബ്ലാക്ക് ലൈൻസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് റെഡ് ലൈൻസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ E and B are perpendicular and both are perpendicular to the direction of propagation of the wave.
ഇനി അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ കേസിൽ എങ്ങനെയാണ് വേവിന്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നത്? കാരണം അവിടെ മീഡിയത്തിൽ മാറ്റർ ഒന്നുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം ഒരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ക്യാൻ ക്രിയേറ്റ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. ദിസ് ഇസ് എ ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് ഇസ് എ വേരിയിങ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്. Then it can create a magnetic field. Then the magnetic field can create an electric field. Then again the electric field can create a magnetic field. അങ്ങനെ ഒരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അവിടെ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം, ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം, അവിടെ നിന്ന് വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ സ്പേസ് എൻറ്റയർലി ഓൺ ദെയർ ഓൺ. അതായത് ഇറ്റ് ഈസ് എ സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് വേവ്. ഒരു സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് വേവ് ആണ്. കാരണം അത് സ്വയം പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്. കാരണം സ്വയം പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴൊക്കെ ഒരു ഇലക്ട്രിക് ഫീൽഡിലെ ചേഞ്ച് ഉണ്ടാകുന്നു അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ദെൻ മാഗ്നറ്റിക് ഫീൽഡിലെ വേരിയേഷൻ ഇറ്റ് വിൽ പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ്, ദെൻ അഗെയിൻ മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ ഇങ്ങനെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകാം. അതുകൊണ്ടാണ് അതിനെ ഒരു സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രൊപ്പഗേഷൻ സെൽഫ് ആണ്, സെൽഫ് പ്രൊപ്പഗേഷൻ ആണ് ബൈ വേരിയിങ് ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ whenever there is an electric field, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു മീഡിയത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല, അവിടെ ഒരു ചാർജ് കണ്ടിരിക്കും അല്ലെ. ഒരു ചാർജ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചാർജ് ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു സപ്പോസ് ഇവിടെ ഒരു ചാർജ് ഇരിക്കുകയാണ്. ഇത് ഏത് ചാർജ് ആകാം, പോസിറ്റീവ് ചാർജ് ആകാം, നെഗറ്റീവ് ചാർജ് ആകാം. ഞാൻ ഇതിനടുത്തേക്ക് മറ്റൊരു ചാർജ് കൊണ്ടുവന്നാൽ ആ ചാർജിനെ അട്രാക്ട് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ചെയ്യുന്ന ഒരു റീജിയൻ ഈ ചാർജിന് ചുറ്റുമുണ്ട്. സോ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അതാണ്. അപ്പോൾ ഒരു ചാർജ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. സാധാരണ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഡയറക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫ്രം പോസിറ്റീവ്, ഇങ്ങനെയാണ് ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അവിടെ വേരി ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ചാർജസ് ആണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് ചാർജ് ആൻഡ് ദ നെഗറ്റീവ് ചാർജസ് ആണ് ഇവിടെ വേരി ചെയ്യുന്നത്. ദാറ്റ് ഈസ് there is a varying charges will be produced in that medium. ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ചാർജസിന്റെ വേരിയേഷൻ ആണ് ആ മീഡിയത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൗണ്ട് വേവ് അല്ലെ മെക്കാനിക്കൽ വേവിന്റെ കേസിൽ അവിടെ വൈബ്രേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു മീഡിയത്തിൽ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് വേവ് ആണ്. ഇവിടെ വേരി ചെയ്യുന്നതെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നെന്ന് പറയുമ്പോൾ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇവിടെ ചാർജസ് ആണ് ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. ഇനി മാറ്റർ വേവ്സ്. The matter is composed of atoms and the atoms are composed of particles like electron, proton and neutrons, and the waves associated with the material particles like electron, proton and neutron are called matter waves. And the concept of matter wave was introduced in 1924 by Louis de Broglie, and hence the matter waves is also called de Broglie waves. And de Broglie put forward a hypothesis known as de Broglie hypothesis, and the first postulate of this hypothesis states that nature loves symmetry, and according to this concept light or radiation it exhibit a dual nature, and hence matter also should exhibit a dual nature. Dual nature means a light or radiation can sometimes behaves as a particle and sometimes behaves as a wave. Similarly, the matter also sometimes behaves as a particle, sometimes behaves as a wave. അതുകൊണ്ട് തന്നെ മാറ്റർ എന്ന് പറയുമ്പോൾ മാറ്ററില്ല ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺ എന്നുള്ള സബറ്റോമി ലെവലിലുള്ള പാർട്ടിക്കിൾസും ഒരേ സമയം വേവ് ആയിട്ടും പാർട്ടിക്കിൾ ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്നു. ഇതാണ് മാറ്റർ വേവ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ അത് മൂവ് ചെയ്യുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു വേവ് ഉണ്ടാവുന്നു. ആ വേവിനെയാണ് മാറ്റർ വേവ് എന്ന് പറയുന്നത്. ഇനി ഈ മാറ്റർ വേവ്
എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായിട്ട് ലൂയിസ് ഡി ബ്രോളി ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു. ആ ഇക്വേഷൻ ആണ് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. എച്ച് ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഇറ്റ്സ് വാല്യൂ ഈസ് 6.634 into 10 raised to minus 34. M is the mass and V is the velocity. Here the mass and the velocity represents a particle. It is the nature of a particle. And wavelength is the nature of a wave. That is, the wave particle duality can be represented using this equation. ഇനി നമ്മളുടെ എവരിഡേ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ വേൾഡിൽ ഈ മാറ്റർ വേവ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഈ മാറ്റർ വേവ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവ് ആണ്. അപ്പോൾ ഈ പാർട്ടിക്കിളിനെയും വേവിനെയും റിലേറ്റ് ചെയ്യുന്ന റിലേഷൻ നോക്കിയാൽ ഇതിനകത്ത് ലാംഡ എന്നുള്ള പാരാമീറ്റർ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം ഇ. എച്ച് ഒരു കോൺസ്റ്റന്റ് ആണ്, പിന്നെ ഉള്ളത് മാസ് ആണ്. അപ്പോൾ മാസ് കുറവാണെങ്കിൽ അതിന്റെ ലാംഡ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പിക് ലെവലിലെയും മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള പാർട്ടിക്കിൾസിനെ നോക്കുക. മൈക്രോസ്കോപ്പിക് ലെവലിലെയും മൈക്രോസ്കോപ്പിക് ലെവലിലും പാർട്ടിക്കിൾസിനെ ഒബ്സർവ് ചെയ്യുക. മൈക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആറ്റത്തിലെ ഒരു ഇലക്ട്രോൺ, അപ്പോൾ ഒരു ഇലക്ട്രോണിനെ നമുക്ക് ഇവിടെ അസ്യൂം ചെയ്യാം. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന പലതരത്തിലുള്ള ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിനെ അസ്യൂം ചെയ്യാം. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ മാസ് നമുക്കറിയാം, ഇതിന്റെ മാസ് ഏകദേശം 9.1 into 10 raised to minus 31 കിലോഗ്രാം ആണ്. അതേസമയം ഞാൻ ഒരു ബുള്ളറ്റ് അസ്യൂം ചെയ്യുക. ഒരു ബുള്ളറ്റ് കൺസിഡർ ഇറ്റ് ആസ് എ മാസ് ആസ് 500 gram. ഇതിനൊരു 500 gram മാസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ലാംഡ ഫോർ ദ ഇലക്ട്രോൺ വിൽ ബി ഹൈ ബിക്കോസ് ദ മാസ് വിൽ ബി വെരി ലെസ്. ബട്ട് ഫോർ ദ ബുള്ളറ്റ് the lambda will be very small. That is, for the bullet the lambda will be very small. It means the lambda is not noticeable or detectable in everyday life. That is, in the everyday life le objects inde lambda നോക്കുമ്പോൾ അത് വളരെ സ്മോൾ ആണ്. അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാവുന്ന ക്വാണ്ടിറ്റി ആണ്, കാരണം ഡിറ്റക്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ മാറ്റർ വേവ്സ് നമ്മളുടെ എവരിഡേ ലൈഫിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധിക്കുന്നില്ല. ഇനി ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ ഒരു സ്ട്രക്ചർ ആണ്. ഒരു ആറ്റത്തില് ഒരു സെൻട്രൽ പാർട്ട് ഉണ്ട്, അതിനെ ന്യൂക്ലിയസ് എന്ന് പറയും. അവിടെ പ്രോട്ടോൺസ് ന്യൂട്രോൺസും ആണുള്ളത്. അതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് ചാർജ് റീജിയൻ ആണ്. ഇനി ഇതിന് ചുറ്റുമുള്ള ഒരു സർക്കുലർ പാത്തിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ, അതിനെ ഞാൻ ഒരു വേവായിട്ട് അസ്യൂം ചെയ്താൽ അതിന് ഇലക്ട്രോൺ അത് മൂവ് ചെയ്യുമ്പോൾ when it moves it is associated with a wave. Then ആ ഇലക്ട്രോണിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. That is, when we consider the electron as a wave, ഒരു ആറ്റത്തിന് ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Next is the gravitational waves. The gravitational waves are waves propagating through the gravitational field produced by a very high massive body when it is accelerated. And the cosmic bodies such as galaxies, stars produce gravitational waves and interact with each other through these waves. Gravitational waves എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ റീസെന്റ് ആയിട്ടാണ് എക്സ്പെരിമെന്റലി ഒബ്സർവ് ചെയ്തത്. ശരിക്കും ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് 1916 ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ അദ്ദേഹം ഗ്രാവിറ്റേഷണൽ വേവ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ, ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഈസ് നോട്ട് എ ഫോഴ്സ് ബട്ട് എ സ്പേസ് ടൈം ഓർബിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പഠിച്ച ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ ഗ്രാവിറ്റേഷണൽ വേവില് മാസ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, മാസിന്റെ വൈബ്രേഷൻ ആണ് കാണുന്നത്. ബിക്കോസ് വെരി ഹൈ മാസ്, വളരെ ഹൈ മാസ് ഉള്ള ബോഡി ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ആ സ്പേസിൽ ഉണ്ടാകുന്ന ചില റിപ്പിൾസിനെയാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ വേവ്സിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ, ഒരു ചെറിയ മോഡൽ നമുക്ക് അസ്യൂം ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു റബ്ബർ ഷീറ്റ് അസ്യൂം ചെയ്യാം. ഒരു റബ്ബർ ഷീറ്റ്, ഈ റബ്ബർ ഷീറ്റിനെ നമുക്കൊരു 2 dimensional സ്പേസ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഇതൊരു സ്പേസ് ആണ്. ഇനി ഈ ഷീറ്റിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് 4 സൈഡിലും. ഇങ്ങനെ
ഈ ഷീറ്റിനെ ഇങ്ങനെ വലിച്ചു നീട്ടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഒരു സ്പേസ് എന്ന് പറയുന്നത്. ദെൻ ഈ സ്പേസ്, ഈ റബ്ബർ ഷീറ്റിലേക്ക് വളരെ ഹൈ മാസ് ഉള്ള ഒരു ബോഡി നമ്മൾ ഇതിനകത്തേക്ക് ഇടുകയാണ്. നമുക്കറിയാം, അപ്പൊ സ്വാഭാവികമായിട്ടും ഈ റബ്ബർ ഷീറ്റ് ഇറ്റ് വിൽ ഫോംസ് എ കർവേച്ചർ, കർവ്ഡ് ആവും. ബിക്കോസ് അത് സെന്റർ കൊണ്ട് മാസ് കാരണം സെന്റർ കൊണ്ട് ഒരു ഡിപ്രഷൻ ഉണ്ടാവുന്നു. ഇതുപോലെ 2 മാസ് ഇട്ടാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാം. ഈ ഓരോ മാസിന്റെയും ഫലമായിട്ട് ഈ സ്പേസിൽ, ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ റബ്ബർ ഷീറ്റിൽ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കാം. അപ്പൊ ഈ ഡിസ്റ്റോർഷന്റെ ഫലമായിട്ട് ഇവിടെ കുറച്ച് റിപ്പിൾസ് ഫോം ചെയ്യാം. അതിനെയാണ് സിംപ്ലി ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ബോഡി വളരെ ഹൈ മാസ് ആണ്. അതായത് സ്റ്റാർസ്, ദെൻ ചില ബ്ലാക്ക് ഹോൾസ്, ഇങ്ങനെയുള്ള ബോഡികളാണ്. അപ്പൊ വളരെ ഹെവി മാസ് ഉള്ള ബോഡികളാണ് ഈ സ്പേസിലൂടെ ആക്സലറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ മാസിന്റെ വൈബ്രേഷൻ ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെയുള്ള മാസിന്റെ വൈബ്രേഷൻ ആണ് ഗ്രാവിറ്റേഷണൽ വേവ്സിൽ ഉണ്ടാവുന്നത്. ദെൻ ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഫെയിന്റ് ആയിട്ടുള്ള വീക്ക് വേവ്സ് ആയിരിക്കും, വീക്ക് ആയിട്ടുള്ളതായിരിക്കും. ദെൻ ദിസ് വേവ്സ് ക്യാൻ ട്രാവൽ വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഇവിടെ 4 തരത്തിലുള്ള വേവ്സ് പഠിച്ചു. മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ മീഡിയം ആവശ്യമുണ്ട്. ഇവിടെ ഒരു പാർട്ടിക്കിളില് വൈബ്രേഷൻ ആണ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓസിലേഷൻ അല്ലെങ്കിൽ ചാർജസിന്റെ ഓസിലേഷൻ ആണ്. ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മാസിന്റെ വൈബ്രേഷൻ ആണ് നടക്കുന്നത്. ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ്സ്.